Assalamualaikum. Welcome back to Aisha's World. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വ്ളോഗ് പോലെയാണ്. ഡൽഹിൻ്റെ സ്ട്രീറ്റ് ഫുഡ്സ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പറാത്ത, ജിലേബി, അതേപോലത്തെ കുറച്ച് സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങളും ഞങ്ങളെ കൂടെ കഴിക്കാൻ വന്നുകൊണ്ടിട്ടോ. ഞങ്ങൾ ആദ്യം പോയത് പറാത്ത ഗലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അവിടെ വെച്ചാൽ ഇപ്പം ഞാൻ ഇവിടെ കാണുന്നില്ലേ, സ്ക്രീനിൽ കാണുന്ന ഇത്രയും ടൈപ്പിലുള്ള പറാത്താസ് അവിടെ കിട്ടും. ഞാൻ ആകെ ആലു പൊറോട്ടയും ഗോബി പൊറോട്ട അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ടൈപ്പിലുള്ള ഇത്രയും ടൈപ്പിലുള്ള പറാത്താസ് അവിടെ കിട്ടും. അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയ ഷോപ്പിൽ ബോളിവുഡ് ആക്ടേഴ്സ്, രൺബീർ അതേപോലത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുള്ള ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സൺഡേ ടൈംസിലൊക്കെ ഇതിൻ്റെ ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ കുറേ ഫേമസ് ആൾക്കാരൊക്കെ വരുന്ന ഒരു ഷോപ്പാണ്. ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. ഫേമസ് ആൾക്കാർ വരുന്നതെന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കരത്തിലുണ്ടെന്ന് വിചാരിക്കരുത്. ചെറിയൊരു ഷോപ്പാണ്. പക്ഷെ അവിടെ മുന്നേ തന്നെയാണ് ഉണ്ടാക്കുന്നതൊക്കെ. നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഇവർ പറാത്ത കുറച്ചൊരു പൊരിക്കുന്ന ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ജസ്റ്റ് ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പറാത്തയും അതേപോലെ തന്നെ അവിടെ ഒരു സ്വീറ്റ് കിട്ടും, ഒരു വൈറ്റ് കളറിലായിട്ടുള്ള. അപ്പോൾ ആ ഒരു സ്വീറ്റിൻ്റെ പറാത്തയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് നോക്കാം. ആദ്യം വന്നത് കറികളായിരുന്നു കേട്ടോ. 4-5 തരത്തിലുള്ള കറികളായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ കറികളാണ് പറാത്തനേക്കാളും കൂടുതൽ കഴിക്കുന്നതെന്നുള്ള. അച്ചാറുണ്ടായിരുന്നു, നമ്മൾ ക്യാരറ്റിൻ്റെ സിമ്പിളായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കൂലേ, അതുണ്ടായിരുന്നു. പിന്നെ വേറൊരു പൊട്ടേറ്റോൻ്റെ ഒരു സബ്ജി പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ. പിന്നെ ഉണ്ടായിരുന്ന ഇത് അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന പൊട്ടേറ്റോൻ്റെ ഒരു സബ്ജി പോലത്തത്. പിന്നെ ഒരു മധുരമുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ കഴിച്ചില്ല, കാരണം ഞാൻ ഇതിൻ്റെ കൂടെ അധികം മധുരം കഴിക്കാൻ ഇഷ്ടമില്ല. എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ചോറും കറീൻ്റെ ഒപ്പരൊന്നും, അപ്പോൾ അത് കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഫുള്ളായിട്ട് ഇതൊക്കെ കറികളാണ് കൂടുതൽ കഴിക്കുന്നത്. എല്ലാം ഫുൾ ഫിനിഷ് ചെയ്ത് പിന്നെയും വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങളതാണെങ്കിൽ അങ്ങനെ തീരണമില്ലായിരുന്നു. ഇത് പൊട്ടേറ്റോൻ്റെ ഗ്രീൻ പീസിൻ്റെ യൂഷ്വലി ഉണ്ടാകുന്ന സബ്ജി ഇല്ല, അതാണ്. പിന്നെ പുതിന ചട്നി, ഇത് ഇവരെ ഫേമസ് ആണ് നോർത്ത് ഇന്ത്യൻസിൻ്റെ. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് കിട്ടിയത്. അടിപൊളിയാണ്. പറാത്ത ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ നമുക്ക് നോക്കാം. ഞങ്ങൾ കുറേ ഫുഡൊക്കെ കഴിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആകെ ഒരു റബ്ബറി, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഡിഷ് ഉണ്ട്, റബ്ബറിൻ്റെ പറാത്തയും അതേപോലെ തന്നെ വേറെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പറാത്തയും മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ 3 ആൾക്കാർക്കും കൂടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൊറോട്ട അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എസുമാണ് മെല്ലെ കൈയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം ടേസ്റ്റ് ചെയ്തു, നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തായാലും ഡൽഹി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോകേണ്ട ഒരു സ്ഥലമാണ് പറാത്ത ഗലി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അത്ര ഇഷ്ടം പോലെ ടൈപ്പിലുള്ള പറാത്താസ് കിട്ടും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ട്രൈ ചെയ്യുക. ഇത് കണ്ടില്ലേ, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും അതേപോലെ റൈസിൻസും കാഷ്യൂസും വെച്ചിട്ടുള്ള പറാത്തയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 പറാത്താസ് മാത്രമേ ഞങ്ങൾ ട്രൈ ചെയ്തുള്ളൂ. ബാക്കിയൊന്നും ട്രൈ ചെയ്യാനുള്ള വയറ്റിൽ സ്ഥലം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യാത്തതാണ്, പൂതിയില്ലഞ്ഞിട്ടല്ല. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാം. നെക്സ്റ്റ് ഞങ്ങൾ പോയത് അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ജിലേബി ഷോപ്പിലേക്കായിരുന്നു. ഡൽഹിയിലത്തെ ഇങ്ങനത്തെ ഷോപ്പിലൊക്കെ കിട്ടുന്ന ജിലേബിക്ക് വൻ ടേസ്റ്റാണ്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ആദ്യം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം സമ്മതിച്ചില്ലായിരുന്നു, പക്ഷെ പിന്നെ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇത് ദേശീയയിൽ ഉണ്ടാക്കുന്നതാണ് ജിലേബി, കറക്റ്റായിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് കഴിച്ചു നോക്കാം. ഇവിടെ മുന്നേ തന്നെയാണ് ഉണ്ടാക്കുന്നതൊക്കെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തരും. ഞങ്ങൾ രാത്രിയാണ് പോയത്. പക്ഷേ ഇതേപോലത്തെ ഷോപ്പിലൊക്കെ എല്ലാ ഷോപ്പിലും നല്ല തിരക്കുണ്ടായിരുന്നു. പറാത്തൻ്റെ ഷോപ്പിലൊക്കെ വൻ തിരക്കായിരുന്നു. ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ഇരിക്കാൻ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെയാണ് ഇത് ജിലേബി. ഇതേപോലെ ദേശികയിൽ ഉണ്ടാക്കി എടുക്കുന്നതാണ്. ദേശികി എന്ന് ഉദ്ദേശിച്ചത് നാടൻ നെയ്യാണ് കേട്ടോ. നാടൻ നെയ്യിന് അവർ ഹിന്ദിയിൽ ദേശികി എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അവസാനം ഷുഗർ സിറപ്പിൽ ഇതാക്കിയിട്ടാണ് അവർ നമുക്ക് തരുന്നത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഇതാണ്, ജിലേബിയാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ കണ്ട ആ റബ്ബറി എന്ന് പറയുന്ന ആ സ്വീറ്റ് ഇല്ല, അതിൻ്റെ കൂടെ ഇവിടുത്തെ ആൾക്കാർ ഇത് കഴിക്കാറുണ്ട്. ഞങ്ങൾ ഇത് മാത്രമായിട്ടാണ് കഴിച്ചത്. നല്ല മധുരമുണ്ട്.
നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഡൽഹിയിലെ ഫേമസ് ആയിട്ടുള്ള കരീം ഹോട്ടലിലായിരുന്നു. അടിപൊളിയായിട്ട് അവിടുത്തെ റാന് ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ആടിൻ്റെ കാല് മൊത്തത്തിൽ പൊരിച്ച് തരുന്ന ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അവിടെ പുറത്ത് തന്നെ എല്ലാ കറികളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കാണിച്ചു തന്നു ഇതിന് തന്നെ പാത്രത്തിൽ നിന്ന് തന്നെ. എന്നിട്ട് ഞങ്ങൾ ആദ്യം അവിടെ ഒരു പറാത്ത വരും, ഒരു വലിയൊരു പറാത്ത ഇട്ട്, അതെനിക്ക് തോന്നുന്നു ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഉണ്ടാക്കിയതെന്നുള്ള, നല്ലോണം ഇങ്ങനെ പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് ഒരെട്ട് പോലെ. അത് കൊണ്ടുവന്നിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആടിൻ്റെ കാല് വന്നത്. അതുപോലത്തേനും ഇത് തീരാനായിട്ടുണ്ടായിരുന്നു, പകുതി ഉണ്ടായിരുന്നു പറാത്ത. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ 3 ആൾക്കും കൂടി ഒരു റാനാണ് പറഞ്ഞത്. ഇതിന് 1,800 രൂപയാണ് കേട്ടോ, 1,800 രൂപയാണ് വില. അപ്പോൾ 3 ആൾക്ക് ധാരാളമാണ് കേട്ടോ ഇത് കഴിക്കുകയാണെങ്കിൽ. പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ റൊട്ടിയും നമുക്ക് ഓർഡർ ചെയ്യാം. പക്ഷേ നമ്മൾ ഓൾറെഡി കുറച്ച് ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് ഇത് ഓർഡർ ചെയ്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല വലിയ സ്പൈസി അല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു ആട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ 3 സ്ഥലത്തിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഡൽഹി പോകുമ്പോൾ നല്ലോണം ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ വീഡിയോ എടുത്തത് തീരെ ശരിയായിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഞങ്ങൾ രാത്രി എടുത്തതുകൊണ്ട് ഫോണിലായിരുന്നു എടുത്തത്, അതുകൊണ്ട് ശരിയായിട്ടില്ല. എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പിന്നെ ഞാൻ എന്തായാലും വീഡിയോ എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. എന്തായാലും ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ നല്ല ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടി വീഡിയോഗ്രാഫീനൊക്കെ കുറിച്ച് പഠിച്ചിട്ട്. ഇതിൽ തീരെ എല്ലാം സൂംഡായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, പിന്നെ അധികം അങ്ങനെ റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നെക്സ്റ്റ് ടൈം അടിച്ചു പൊളിക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ, താങ്ക് യു.